ഹൈ ഫ്രണ്ട്സ്, ലൈറ്റ് റൂം പഠിക്കാം ഡേ 10 ക്ലാരിറ്റി ആൻഡ് ടെക്സ്ചർ. ഇച്ചിരി കൺഫ്യൂസിംഗ് ആയുള്ള ഒരു സംഭവമാണ് ഈ ക്ലാരിറ്റിയും ടെക്സ്ചറും. എന്താണെന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് കണ്ടു നോക്കാം. ക്ലാരിറ്റിയും ടെക്സ്ചറും ഇന്നേവേ നിങ്ങളുടെ ഫോട്ടോയുടെ കോൺട്രാസ്റ്റിനെയാണ് ബാധിക്കുന്നത്. നിങ്ങൾ ഹിസ്റ്റോഗ്രാമിലേക്ക് നോക്കിയാൽ ഞാൻ ടെക്സ്ചർ കൂട്ടുമ്പോൾ ചെറുതായിട്ട് ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നത് കാണാൻ പറ്റും ടെക്സ്ചറിൽ. ടെക്സ്ചർ മാറ്റുമ്പം കൂടുതലും ഈ സെൻട്രൽ ഏരിയയിലെ പീക്കിനെയാണ് ബാധിക്കുക. ഇനി ക്ലാരിറ്റിയാണ് ഞാൻ കൂട്ടുന്നതെങ്കിൽ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതൽ. കാരണം ക്ലാരിറ്റി ഓവറോൾ ഫോട്ടോയെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു ഭാഷ നമ്മൾ പറയുവാണെങ്കിൽ ക്ലാരിറ്റി കൂടുതൽ വലിയ പിക്സൽസിനെ, വലിയ ഏരിയനെ ബാധിക്കുമ്പം ടെക്സ്ചർ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ഏരിയാസിലെ കോൺട്രാസ്റ്റിനെയാണ് ബാധിക്കുന്നത്. ഇതെന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സ്കിന്നിലുള്ള ടെക്സ്ചർ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി നല്ലത് ഓഫ് കോഴ്സ് ടെക്സ്ചർ യൂസ് ചെയ്യുക എന്ന് തന്നെയാണ്. ഇനി ക്ലാരിറ്റി ആണെങ്കിൽ കൂടുതൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിലേക്ക് കുറച്ചൊരു പഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു റോക്കിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി ക്ലാരിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഇനി കുറയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കുറച്ചൊരു ഡ്രീമി ലുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ഹെവൻലി ലുക്ക് കൊണ്ടുവരാൻ ക്ലാരിറ്റി കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇത് രണ്ടും സൂക്ഷിച്ച് ഉപയോഗിക്കുക. രണ്ടും വൃത്തിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കുളമായി പോകും.